അന്നെനിക്കെന്റെ കണ്ണിലെന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ചേറ്റം വലിയ സുന്ദരി. ഇന്നെനിക്കെന്റെ കണ്ണിലെന്റെ ഭാര്യയൊഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. കാഞ്ഞങ്ങാട് മൈജിയിൽ കാര്യമായ ഓഫർ പോയിട്ട് മേക്കൊണ്ട് വരി. എന്ത് നോക്കുന്നേ? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോഷ്യൽ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ ഷാലു കിങ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് സാലി, കാസർഗോഡുകാരനായ ഈ വൃത്തികെട്ടവനെ ഇന്ന് മംഗലാപുരം എയർപോർട്ടിൽ വെച്ച് ഒരു പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 14 വയസ്സ് മാത്രം പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസ്. അദ്ദേഹം കാസർഗോഡ് ചിലമ്പാടി സ്വദേശിയാണ്. ഈ ഉപദ്രവിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി കൊയിലാണ്ടി സ്വദേശികളാണ്. വളരെ സങ്കടം തോന്നി. ഈ പൊന്നാര മോൻ 2016 കല്യാണം കഴിച്ചു. അതിൽ 3 മക്കളുടെ തന്തയാണ് ഈ വൃത്തികെട്ട പന്നി എന്ന് പറയുന്നവൻ. അതിലാണ് ഏറ്റവും വലിയ സങ്കടം. തൻ്റെ മക്കളെക്കാട്ട് ഏകദേശം 2-3 വയസ്സിന് മാത്രം പ്രായ വ്യത്യാസമുള്ള ഒരു കുട്ടിയുമായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ വൃത്തികെട്ടവന് മനസ്സ് എങ്ങനെ വന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ഈ കാര്യങ്ങളോട് അടുക്കുമ്പോഴാണ് അത്തരം വൃത്തികെട്ട സ്വഭാവങ്ങൾ അവർ പുറത്തെടുക്കുന്നത് എന്നുള്ളതാണ്. വളരെ സങ്കടവും അതുപോലെ തന്നെ ദയാവും തോന്നിയ ഒരു അവസ്ഥ തന്നെയായിരുന്നു അത്. ഈ സോഷ്യൽ മീഡിയയുടെ പുറകെ പോകുന്ന ചെറിയ കുട്ടികൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരാണ് ഈ മുഹമ്മദ് സാലി എന്നറിയപ്പെടുന്ന ഈ ഷാലു കിങ് എന്നറിയാത്തവർക്കായി അദ്ദേഹത്തിന്റെ ചെറിയ ഒരു റീൽസിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. ഈ ഫെബ്രുവരി 14 ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നില്ല, അതിന് പറ്റിയ നല്ല ഗിഫ്റ്റ് എന്നുള്ള നമുക്ക് സെറ്റ് ആക്കാം. കണ്ടാ ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് എല്ലാം മേറ്റ് കൊടുക്കുന്നത് കണ്ടിട്ട് പഠിക്ക്. ഈ മാല എടുക്കട്ടെ, ഇത് നല്ലുണ്ട്. അങ്ങനത്തെ 10 എണ്ണം എടുത്തോറാ. അപ്പോൾ ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആക്ഷേപഹാസ്യ വീഡിയോയിലൂടെ വരുമാനമുണ്ടാക്കുക എന്നതാണ് ഈ ഷാലു കിങ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പ്രധാന വരുമാന മാർഗം എന്നുള്ളത്. തീർച്ചയായിട്ടും ചെല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള എന്ന് പറയുന്ന ഒരു ചെല്ല് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടു കാണും. അത് നിങ്ങളെല്ലാവരും ഒന്ന് ആനുവർത്തികമാക്കിയാൽ മാത്രമേ ഇത്തരം വൃത്തികെട്ടവന്മാരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് എടുത്ത് ദൂരെ കളയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്തരം ആൾക്കാർ, ഏകദേശം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഇൻസ്റ്റയിലൊക്കെ 4.5 ലക്ഷത്തോളം ഫോളോവേഴ്സും അതുപോലെ തന്നെ യൂട്യൂബറിലുമുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ ഈ കിരീടം വെച്ച് ഇങ്ങനെ നടക്കുന്നത് നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ ഫോളോവേഴ്സും നിങ്ങളുടെ എല്ലാം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് അൺസബ് ചെയ്ത് ഒന്ന് റിപ്പോർട്ട് അടിച്ചാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഇത്തരം വൃത്തികെട്ടവന്മാരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് നിങ്ങളായിട്ട് ചെയ്യണം. നിങ്ങളാണ് ഇവരെ പോലെയുള്ളവരെ ഇങ്ങനെ സ്റ്റാറാക്കി വിടുന്നത് എന്നുള്ളതാണ്. ആ സ്റ്റാർ, ആ ഒരു താരമൂല്യമാണ് ആ കുട്ടിയെ അതിലേക്ക് ആകർഷിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം ഇൻസ്റ്റയിൽ ആദ്യമായിട്ട് ഈ കുട്ടി ഹായ് ബ്രോ എനിക്കൊരു ഹായ് തരുമോ എന്നുള്ള ഒരു മെസ്സേജ് മാത്രമാണ് ആ കുട്ടിക്ക് അയച്ചത്. അത് ഇൻസ്റ്റഗ്രാം പിന്നിട്ട് അതിനുശേഷം സ്നാപ്ചാറ്റിലേക്കും അതിനുശേഷം വാട്സപ്പ് ചാറ്റിലേക്കും എല്ലാം കടക്കുകയായിരുന്നു. പിന്നീട് പിരിയാൻ പറ്റാത്ത ഒരു ബന്ധത്തിലേക്ക് ആ കുട്ടിയുടെ മനസ്സിനെ കൊണ്ട് ചെത്തിക്കാൻ ഈ വൃത്തികെട്ടവന് സാധിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇത്തരം ആൾക്കാരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നവരല്ല അവർ ചിന്തിക്കുന്നത്. അവിടെയാണ് അവരുടെ വിജയം. അത് മുതലാക്കി കഴിഞ്ഞാൽ അവർ പറയുന്ന ഇപ്പോഴത്തെ ന്യായം അവൻ്റെ സുഹൃത്തുക്കളോട് അവൻ അയച്ച വാട്സാപ്പ് ചാറ്റിൽ അവൻ പറയുന്നത് ഈ കുട്ടിയോട് പല തവണ ഞാൻ പിന്മാറാൻ വേണ്ടി പറഞ്ഞിട്ടും ആ കുട്ടി പിന്മാറാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ആ കുട്ടിയുടെ വയസ്സ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഏകദേശം ആ പന്നിയുടെ മകൻ്റെ ഒരു 2 വയസ്സിന് മാത്രം മൂപ്പ് മാത്രമേ ഈ കുട്ടിക്കുള്ളൂ. ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി വരെ എത്തിയിട്ടില്ല, ഒരു പ്രായപൂർത്തി പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യമായിട്ട് നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോകാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സാലി സോഷ്യൽ മീഡിയ സ്റ്റാറാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷൻസും ഫോളോവേഴ്സും ഒക്കെയുള്ള ആളാണ്. 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് അറസ്റ്റിലായിട്ടുള്ളത്. പ്രതി 35 വയസ്സുകാരനാണ്. ഇയാൾ വിദേശത്തായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. 7 വർഷമായി സോഷ്യൽ മീഡിയയിൽ സജീവമായി വീഡിയോകൾ ചെയ്യുന്ന ആളാണ്. യൂട്യൂബിൽ ഷാലു കിങ് മീഡിയ എന്ന പേരിലാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. 2016 ഇയാൾ വിവാഹം കഴിച്ചിരുന്നതിൽ 3 മക്കളുമുണ്ട്. ആദ്യ ഭാര്യയുമായി
ഇണങ്ങിയ സമയത്താണ് ഈ പെൺകുട്ടിയുമായി പരിചയത്തിലാകുന്നത്. ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും വഴി ആദ്യമേ തന്നെ സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു. പിന്നീട് കൂടുതൽ പരിചയത്തിലായി കുട്ടിയെ വിവാഹം കഴിക്കാമെന്നൊക്കെ, അതായത് പ്രായം പോലും പരിഗണിക്കാതെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വിദേശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതും. കൊയിലാണ്ടി പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ വിദേശത്തേക്കും പോയി. തുടർന്നാണ് ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത്. തിരികെ എത്തുമ്പോൾ ഏതായാലും പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നോക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെല്ലാം സ്റ്റാറായിട്ട് അങ്ങനെ വിലസി നടക്കുന്ന ആളാണ് ഇവൻ എന്നുള്ളതാണ്. ഇവനും ഏകദേശം ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞു. ഇവൻ ഉപദ്രവിച്ച കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത് 15 തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം മകനേക്കാൾ ഞാൻ പറഞ്ഞ മാതിരി ഏകദേശം 2-3 വയസ്സിന് പ്രായ വ്യത്യാസം മാത്രമേ ഇവൻ ഉപദ്രവിച്ച ആ കുട്ടിക്കുള്ളൂ എന്നുള്ളതാണ്. അവൻ്റെ മനസ്സ് എത്രമാത്രം മൃഗീയമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്നിട്ട് അതിന് പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പ്രാവശ്യം ആ കുട്ടിയോട് പിന്മാറാൻ വേണ്ടി പറഞ്ഞിട്ടും ആ കുട്ടി പിന്മാറിയില്ല, വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരികയായിരുന്നു, അത് ഞാൻ അവരുടെ മാതാപിതാക്കളെ ഉണർത്തുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് കൊടുത്ത മൊഴി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് കൊയിലാണ്ടി താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത ശേഷം ഈ പ്രതിയെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ റിമാൻഡിലാണ് പ്രതി. തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മളെ കുട്ടികൾ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയും വാപ്പയും തന്നെയാണ്. നമ്മുടെ 10-12 വയസ്സുള്ള കുട്ടികൾക്ക് ഇന്ന് ഒരു ഐഫോണും വാങ്ങിക്കൊടുത്ത് ഒരു റൂമിൻ്റെ അകത്ത് കയറ്റി വാതിലടിച്ച് അതിലൊരു കമ്പ്യൂട്ടർ വാങ്ങി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ വാപ്പമാരും, ഞാനടക്കമുള്ള എല്ലാവരും ചെയ്തു പോരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മളെ മക്കളുടെ മേത്ത് നിങ്ങളുടെ മക്കൾ നല്ല കുട്ടികളാണ്, അവർ സൽസ്വഭാവികളാണ്, അവർ നന്നായിട്ട് മതപരമായി പഠിച്ച കുട്ടികളാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ മുഖത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കണ്ണു വേണമെന്നുള്ളതാണ്. കാരണം ഒന്നാമതായിട്ട് അവർ ഉപയോഗിക്കുന്ന മൊബൈലിനും അതുപോലെ ചെയ്യുന്ന കമ്പ്യൂട്ടറിനും എല്ലാം യാതൊരു വിധത്തിലും പാസ്വേഡ് ഇട്ടിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ സമ്മതിക്കരുത്. കാരണം ഏതൊരാൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സ്കൂളൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങളെ അറിയപ്പെടുന്ന കുടുംബത്തിൽ ആരെങ്കിലും പ്രായത്തിന് മൂത്ത ഒരാൾ വരുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ എന്താണുള്ളത് ഒന്ന് കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഉമ്മമാരില്ല. യാതൊരു കാരണവശാലും ലോക്ക് ഇട്ടിട്ട് ഒരു ഫോൺ ഉപയോഗിക്കാൻ ഒരു കുട്ടിയെയും, നിങ്ങളുടെ കുട്ടികൾ എത്ര നല്ല മുത്തുമണികളാണെങ്കിലും നിങ്ങൾ സമ്മതിക്കരുത്. വെറുതെയെങ്കിലും ആ ഫോൺ വാങ്ങിയിട്ട് നോക്കാൻ അറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഒക്കെ ഒന്ന് ഓണാക്കിയിട്ട് നോക്കിയാൽ, ഒന്നുമില്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുത്തു നോക്കാൻ വേണ്ടി സാധിക്കും. അവർ ചില സമയത്ത് എത്ര ക്ലിയർ ചാറ്റ് അടിച്ച് പോയി കഴിഞ്ഞാലും നമ്മുടെ പടച്ചവനാണ് വലുത്. എന്തെങ്കിലും ഒരു തരി ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നുപോയിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ നമ്മളെ മക്കളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു പ്രൈവറ്റ് റൂമിൽ നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങി വെച്ച് കൊടുക്കുന്നതിന് പകരം അവരെ ഒരു ഡൈനിങ് ഹാളിലോ ഓഫീസ് റൂമിലോ എവിടെയാണ് പബ്ലിക് പ്ലേസ് എല്ലാവരും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയിലേക്ക് ആ കമ്പ്യൂട്ടറിനെ മാറ്റിക്കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സീക്രട്ട് അതിൽ ഉണ്ടായിരിക്കുകയില്ല. കാരണം ഒരു പബ്ലിക് പ്ലേസിലാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണ് അവിടെ എത്തിപ്പെടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ സംശയത്തിൻ്റെ നിഴലിൽ കാണണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ നല്ലതാണ്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, അവസാനം വരെ പഠിച്ചവൻ അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. എങ്കിലും ഒരു കണ്ണ് നമ്മുടെ മക്കളുടെ മേത്ത് നമുക്ക് വേണം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. അതിലൊന്ന് കാസർഗോഡ്, അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ഒളിച്ചോടിയ കുട്ടിയെ പറ്റിയും ഒന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഒളിച്ചോടി തിരിച്ചു വന്ന കുട്ടിയെ പറ്റി. ഇതൊക്കെ എന്ന് പറയുന്നത് ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ ഫോൺ നമ്പർ മാറ്റി വിളിച്ചും എല്ലാമുള്ള പ്രേമ കഥകളാണ്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കണം, അതുപോലെ തന്നെ അവരെ ഒന്ന് സൂക്ഷിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് ആധുനിക കാലത്ത് ഫോണും അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളും എല്ലാം വേണ്ടി വരും. പക്ഷെ അതെല്ലാം നമ്മൾ കൊടുക്കണം. അവരുടെ മുഖത്ത് നമുക്കൊരു കൺട്രോൾ തീർച്ചയായിട്ടും നിർബന്ധമാണ്. അത് നഷ്ടപ്പെടുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ നമ്മൾ പടച്ചവനെ വിളിച്ച് നിലവിളിച്ചത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഘട്ടത്തിൽ ആ കുട്ടിയുടെ ജീവിതം നശിച്ചു പോയി എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഏകദേശം 15 വയസ്സാവുമ്പോൾ ഇത്തരം ഒരു കേസും കൂട്ടവും ഒക്കെ നാട്ടിലാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ നാട്ടുകാർ അതറിയും. ആ കുട്ടി ഇങ്ങനെ ചെയ്യപ്പെട്ടു എന്ന്. അത് 35 വയസ്സുള്ള ഒരു മനുഷ്യനാൽ, അതും 3 മക്കളുള്ള 2016 കല്യാണം കഴിച്ച് ആദ്യത്തെ ഭാര്യയെ പിരിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് ഈ വൃത്തികെട്ടവൻ ഈ കുട്ടിയുമായിട്ട് ചാറ്റിംഗ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇത്ര വൃത്തികെട്ട മനസ്സാണ് അവൻ്റെത് നിങ്ങൾ മനസ്സിലാക്കണം. ആ 3 മക്കളെ സേവ് ചെയ്യുന്നതിന് പകരം അവൻ ഉപയോഗപ്പെടുത്തിയ സമയം എന്ന് പറയുന്നത് ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ വഴിതെറ്റിക്കാം എന്നുള്ളതിൽ മാത്രമാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയും അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ
നമ്മളുടെ മക്കൾ വഴിതെറ്റി പോകുന്നത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ താരമൂല്യം അവർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു, അത് മുതലാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. ഇൻസ്റ്റയിലും അതിലൊക്കെ കുട്ടികൾ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ഭാവിയിലേക്ക് നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളെല്ലാം പഠിച്ച തമ്പുരാൻ നല്ല മനസ്സും നല്ല ബുദ്ധിയും നല്ല ചിന്തകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.